പിന്നെ സക്കാത്ത് വാങ്ങാൻ അർഹരായ ആളുകൾ പോലും ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടി വരും. ആ പെരുന്നാൾ ദിവസത്തെ ആ ചെലവിനും വീടിനും ഒക്കെ ഉള്ള സംവിധാനം ഉണ്ടായി കഴിഞ്ഞാൽ അവർ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. മിസ്കീനായിരിക്കും, സക്കാത്ത് വാങ്ങാൻ അർഹത ഉണ്ടാകും. അതോടൊപ്പം ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടിയും വരും. ഫിത്ർ സക്കാത്ത് പറഞ്ഞാൽ അരി തന്നെ ആയിട്ട് കൊടുക്കണേ. ഇത്രയാണ് ഞങ്ങൾ കണക്കാക്കിയിട്ടെന്നും പറഞ്ഞാണ്ട് പൈസ വാങ്ങാൻ വന്നാൽ കൊടുക്കരുത്, അരി തന്നെ കൊടുക്കണം. നമ്മൾ എവിടെയാണോ ശവ്വാൽ പിറക്കുമ്പോൾ ഉള്ളത് അവിടെ കൊടുക്കണം എന്നാണ് നിയമം, അടിസ്ഥാന നിയമം അതാണ്. അപ്പൊ ഗൾഫിലുള്ള മോന്റെ ഒന്നും ഇവിടെ കൊടുക്കരുത്. ജോലിയൊക്കെ ചെയ്യാൻ വരുന്ന മോന്റേത് വാപ്പ കൊടുത്താൽ തന്നെ വീടൂല, കൊടുത്താൽ വീടണം എന്നുണ്ടെങ്കിൽ അവന്റെ സമ്മതം വാങ്ങണം. പിന്നെ ഈ റേഷൻ അരി തന്നെ കൊടുക്കണം എന്നില്ല, കഴുകിയിട്ട് വെയിലത്തിട്ടാണ്ട് കൊടുക്കണം എന്നില്ല. ബിരിയാണിന്റെ കബ്സന്റെ ഒക്കെ അരി കൊടുത്തു നോക്കുക, അടിപൊളിയായിരിക്കും അല്ലെ. എന്തിനാ സക്കാത്ത്? നമ്മളതിന്റെ ന്യായം പറയില്ലേ, പെരുന്നാൾ ദിവസം ആരും പട്ടിണി അടക്കരുത്. പെരുന്നാൾ ദിവസം പട്ടിണി അടക്കാതിരിക്കാൻ വേണ്ടി റേഷൻ അരി കൊടുത്ത് ആരാ കുമ്പളങ്ങച്ചാറും നാടൻ ചോറും ഒക്കെ പെരുന്നാളിന് വെക്കുക? ഒരു ദാരിദ്ര്യം പിടിച്ച പെരുന്നാള്. ഓരൊക്കെ ബിരിയാണി ആയിരിക്കും വെക്കണത്.